ജമ്മു കാശ്മീരിൽ ഇന്ന് രണ്ടാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ശ്രീനഗർ, പുഞ്ച്, രജൌരി, റിയാസി മേഖലകളിലായി 26 മണ്ഡലങ്ങളിലാണ് ഇന്ന് ജനവിധി രേഖപ്പെടുത്തുന്നത്. തയ്യാറെടുപ്പുകൾ എല്ലാം പൂർത്തിയായി. വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വലിയ സുരക്ഷയോടുകൂടി തന്നെയാണ് അവിടെ നടത്തുന്നത്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ജമ്മു കാശ്മീരിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് രാവിലെ ആരംഭിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? ജനങ്ങളുടെ ഒരു വലിയ നിര നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ടല്ലോ. ജിഷ്ണു കൃഷ്ണൻ. വിനോദ, ജമ്മു കാശ്മീരിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. 7 മണിയോടുകൂടി വോട്ടെടുപ്പ് ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിവരങ്ങളനുസരിച്ച് 9 മണിവരെ, അതായത് വോട്ടെടുപ്പ് ആരംഭിച്ച് 7 മുതൽ 9 മണിവരെ 10% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. അതായത് ആദ്യ മണിക്കൂറുകളിൽ തന്നെ മികച്ച പോളിംഗ് രേഖപ്പെടുത്തുന്നു. ആളുകൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് രാവിലെ തന്നെ എത്തിത്തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഞാനിപ്പോൾ ശ്രീനഗറിൽ ബേൺഹാൾ സ്കൂളിൽ ക്രമീകരിച്ചിട്ടുള്ള പോളിംഗ് സ്റ്റേഷനിലാണുള്ളത്. ഇവിടെ അല്പസമയത്തിനകം ജമ്മു കശ്മീർ മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള കൂടാതെ ഫറൂഖ് അബ്ദുള്ള അവരുടെ കുടുംബം വോട്ട് രേഖപ്പെടുത്താനെത്തും. അല്പസമയങ്ങൾക്ക് മുൻപ് നൌഷാരിയിൽ പോളിംഗ് സ്റ്റേഷനിൽ BJPയുടെ ജമ്മു കശ്മീർ അധ്യക്ഷൻ രവീന്ദ്ര റെയ്ന വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പ്രതികരിച്ചത് ഇത്തവണ ജമ്മു കശ്മീരിൽ BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ രൂപീകരിക്കും എന്നുള്ള പ്രഖ്യാപനമാണ് ഇന്ന് നൌഷാരിയിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രവീന്ദ്ര റെയ്ന വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്ന ബേൺഹാൾ സ്കൂളിൽ ക്രമീകരിച്ചിട്ടുള്ള പോളിംഗ് സ്റ്റേഷനിൽ അല്പസമയത്തിനകം തന്നെ ഒമർ അബ്ദുള്ള ഉൾപ്പെടെയുള്ള അബ്ദുള്ള കുടുംബത്തിലെ അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തുന്നതിനായി എത്തും. ഇന്ന് ജമ്മുവിലെയും ശ്രീനഗറിലെയും ഉൾപ്പെടെ 6 ജില്ലകളിലായി 26 മണ്ഡലങ്ങളാണ് പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അതിൽ ജമ്മു മേഖലയിലെ 11 കൂടാതെ കശ്മീർ മേഖലയിലെ 15 മണ്ഡലങ്ങൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തും. ശ്രീനഗർ, രജൌരി, പൂഞ്ച്, റിയാസി, ബുഡ്ഗാം മേഖലകളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. അതിൽ സെൻട്രൽ കശ്മീരിലെ ശ്രീനഗർ ഉൾപ്പെടെയുള്ള സെൻട്രൽ കശ്മീരിലെ മുഴുവൻ മണ്ഡലങ്ങളിലെയും ജനങ്ങൾ ഇന്ന് വോട്ട് രേഖപ്പെടുത്തുകയാണ്. കൂടാതെ പ്രമുഖ വ്യക്തികൾ രണ്ടാം ഘട്ടത്തിൽ വോട്ട് തേടുന്നത് അല്ലെങ്കിൽ ജനവിധി തേടുന്നത് പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 2 മണ്ഡലങ്ങളിൽ ഇത്തവണ ജനവിധി തേടുന്ന ജമ്മു കശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാണ്. കൂടാതെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രവീന്ദ്ര റെയ്ന നൌഷാര മണ്ഡലത്തിൽ നിന്ന് ജനവിധി രേഖപ്പെടുത്തുന്നുണ്ട്. കൂടാതെ ലാൽ ചൗക്ക് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി ഐജാസ് ഹുസൈൻ, ബുഡ്ഗാം മേഖലയിൽ ശക്തനായിട്ടുള്ള ഹക്കീം യാസിൻ തുടങ്ങിയവരാണ് രണ്ടാം ഘട്ടത്തിൽ ജനവിധി രേഖപ്പെടുത്തുന്ന പ്രമുഖർ. ഇപ്പോൾ ഒമർ അബ്ദുള്ള ഉൾപ്പെടെയുള്ളവർ വോട്ട് രേഖപ്പെടുത്തുന്നതിനായി ഞാനിപ്പോൾ നിൽക്കുന്ന മണ്ഡലത്തിൽ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇത്തവണ 2 മണ്ഡലങ്ങളിലാണ്, 2 നിയമസഭാ മണ്ഡലങ്ങളിലാണ് അദ്ദേഹം വോട്ട് മത്സരിക്കുന്നത്. കൂടാതെ വലിയ പ്രതീക്ഷ ഇത്തവണ നാഷണൽ കോൺഫറൻസ് കശ്മീർ മേഖലയിൽ, പ്രത്യേകിച്ച് കശ്മീർ താഴ്വരയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനനുസൃതമായ പ്രചാരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസം ഒമർ അബ്ദുള്ള ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ കശ്മീർ താഴ്വരയിൽ നടത്തിയിരുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ജമ്മു കശ്മീർ മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള കൂടാതെ ഫറൂഖ് അബ്ദുള്ള എന്നിവർ വോട്ട് രേഖപ്പെടുത്തുന്നതിനായി ശ്രീനഗറിലെ ബേൺഹാൾ സ്കൂളിലെ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു സമയം വരെ യാതൊരു തരത്തിലുമുള്ള അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വലിയ സമാധാന അന്തരീക്ഷത്തിൽ ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യഘട്ടത്തിൽ 60% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. അതായത് ആദ്യഘട്ടത്തിലെ പോളിംഗ് നടന്നിട്ടുള്ളത് സൗത്ത് കശ്മീരിലെയും ഒപ്പം ജമ്മു മേഖലയിലെയും മണ്ഡലങ്ങളിലായിരുന്നു. അവിടെ 60% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തി. ഇന്നിപ്പോൾ നടക്കുന്നത് സെൻട്രൽ കശ്മീരിലെയും കൂടാതെ ജമ്മു സെക്ടറിലെ 11 മണ്ഡലങ്ങളിലുമാണ്. അതുകൊണ്ട് തന്നെ പോളിംഗ് മികച്ച പോളിംഗ് ഉണ്ടാകും. അതായത് 65% മുകളിലേക്ക് പോളിംഗ് പോകാനുള്ള സാധ്യതയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒപ്പം രാഷ്ട്രീയ പാർട്ടികളും ചൂണ്ടിക്കാട്ടുന്നത്. വലിയ അല്ലെങ്കിൽ ഒരു നിരവധി പതിറ്റാണ്ടുകൾക്ക് ശേഷം 3.5 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ജമ്മു കശ്മീരിൽ ഇത്തരത്തിൽ സമാധാന അന്തരീക്ഷത്തിൽ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത് എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അത് പ്രചാരണമാണെങ്കിലും വോട്ടെടുപ്പാണെങ്കിലും ജനങ്ങൾ നിർഭയമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ അണിനിരന്നുകൊണ്ട് അല്ലെങ്കിൽ പങ്കെടുത്തുകൊണ്ട് ജമ്മു കശ്മീരിൽ സമാധാനപരമായി വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ഇന്നിപ്പോൾ രണ്ടാം ഘട്ടം വോട്ടെടുപ്പാണ് പുരോഗമിക്കുന്നത്. സെൻട്രൽ കശ്മീർ ഉൾപ്പെടെ ജമ്മുവിലെ 11 മണ്ഡലങ്ങൾ ഉൾപ്പെടെ 26 മണ്ഡലങ്ങൾ ജനവിധി രേഖപ്പെടുത്തുന്നു. സമാധാനപരമായി വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ആദ്യ 2 മണിക്കൂറിൽ മാത്രം 7 മണിക്ക് തുടങ്ങി 9 മണി വരെയുള്ള കണക്കുകളിൽ തന്നെ 10% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മികച്ച പോളിംഗ് തന്നെയാണ്. ജിഷ്ണു കൃഷ്ണൻ, ജനാധിപത്യ വ്യവസ്ഥയോട് ജമ്മു കാശ്മീരിലെ ജനങ്ങൾ വളരെ
ക്രിയാത്മകമായി പോസിറ്റീവായി പ്രതികരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വാർത്തകളിൽ നിന്നും വ്യക്തമാവുന്നത്. കാരണം തീവ്രവാദ ഭീഷണി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ആർട്ടിക്കിൾ 370 പിൻവലിച്ചതിന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ വലിയധികം പ്രാധാന്യമുണ്ട്. ജനാധിപത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ജിഷ്ണുകൃഷ്ണൻ പറഞ്ഞ പോലെ സമാധാനപരമായി പോളിംഗ് പുരോഗമിക്കുന്നു. അതേപോലെ തന്നെ ജനങ്ങളും നല്ല നിലയിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നു എന്നുള്ളത് പ്രത്യേകിച്ചും ആ മേഖലയിൽ സമാധാന അന്തരീക്ഷം കൊണ്ടുവരാൻ ഈ തെരഞ്ഞെടുപ്പ് സഹായകരമായി എന്നുകൂടി വിലയിരുത്താൻ കഴിയില്ലേ ജിഷ്ണുകൃഷ്ണൻ? തീർച്ചയായും സമാധാന അന്തരീക്ഷത്തിൽ വോട്ടെടുപ്പ് നടത്താൻ സാധിക്കുന്നു എന്നുള്ളത് കശ്മീരിനെ സംബന്ധിച്ച് ഇതൊരു ചരിത്രമായി തന്നെ രേഖപ്പെടുത്തും. കാരണം മുൻ വർഷങ്ങളിൽ നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും ഒടുവിൽ 2014 10 വർഷങ്ങൾക്ക് മുൻപാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. പിന്നീട് നടന്നിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും അതിനു മുൻപ് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളാണെങ്കിലും കനത്ത സുരക്ഷാ വലയത്തിൽ സ്ഥാനാർത്ഥികൾ പ്രചാരണം നടത്തുന്നു. വളരെ ചുരുക്കം ആളുകൾ മാത്രം വോട്ട് രേഖപ്പെടുത്തുന്നതിനായി എത്തുന്നു. പലരും ഭയം കാരണം പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്താത്ത അവസ്ഥ. അത്തരത്തിൽ വളരെ കലുഷിതമായൊരു ജമ്മു കശ്മീരിന്റെ സാഹചര്യം നമുക്ക് മുൻപിലുണ്ടായിരുന്നു. അത് മറികടന്നുകൊണ്ട് ഇന്ന് കശ്മീർ താഴ്വര പൂർണ്ണമായും ശാന്തമാണ്. രണ്ട് പ്രത്യേകതകളാണ് ഈ തെരഞ്ഞെടുപ്പിനുള്ളത്. ഒന്ന് 10 വർഷത്തിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, മറ്റൊന്ന് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ സമാധാനപരമായി വോട്ടെടുപ്പ് ഉൾപ്പെടെ പ്രചാരണവും വോട്ടെടുപ്പും ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ശാന്തമായി മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ ചരിത്രത്തിൽ രേഖപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂടാതെ വലിയ ജനപങ്കാളിത്തം, ജനങ്ങൾ നിർഭയമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും ഒപ്പം വോട്ടെടുപ്പിലും പങ്കെടുത്തുകൊണ്ട് ആ ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ ജമ്മു കശ്മീരും ഭാഗമാകുന്നു. ഭാരതത്തിന്റെ മറ്റേതൊരു പ്രദേശം പോലെ ശാന്തമായി സമാധാനപരമായി ജമ്മു കശ്മീരിലും തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും സെൻട്രൽ കശ്മീർ ഉൾപ്പെടെ ശ്രീനഗർ ഉൾപ്പെടുന്ന സെൻട്രൽ കശ്മീർ ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് ഇന്നിപ്പോൾ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഒമർ അബ്ദുള്ള കൂടാതെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രവീന്ദർ റെയ്ന, ഐജാസ് ഹുസൈൻ, ഹക്കീം യാസിൻ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് നിർണായകമായ നേതാക്കൾ ഇന്ന് ജനവിധി തേടുകയാണ്. ഒമർ അബ്ദുള്ള ഞാനിപ്പോൾ നിൽക്കുന്ന പോളിംഗ് സ്റ്റേഷനിലാണ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിട്ടുള്ളത്. അദ്ദേഹം പോളിംഗ് സ്റ്റേഷനകത്തേക്ക് പോയിരിക്കുകയാണ്. വലിയ പ്രതീക്ഷ നാഷണൽ കോൺഫറൻസ് കശ്മീർ താഴ്വരയിൽ വെച്ചു പുലർത്തുന്നുണ്ട്. ഒപ്പം BJP ആകട്ടെ ജമ്മു മേഖലയിൽ പരമാവധി സീറ്റുകൾ നേടുകയും കശ്മീർ താഴ്വരയിൽ പരമാവധി സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഇത്തവണ സർക്കാർ രൂപീകരണത്തിനുള്ള ശ്രമം നടത്തുന്നു. അതാണ് അല്പസമയങ്ങൾക്ക് മുൻപ് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം നൌഷാരിയിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രവീന്ദർ റെയ്ന പ്രതികരിച്ചിട്ടുള്ളതും ഇത്തവണ തീർച്ചയായും BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ജമ്മു കശ്മീരിൽ രൂപീകരിക്കും എന്ന പ്രതികരണമായിരുന്നു രവീന്ദർ റെയ്ന നടത്തിയത്. ഏതായാലും സമാധാനപരമായി വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ആദ്യ 2 മണിക്കൂറിൽ മാത്രം 10% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വ്യക്തമാണ്. ജമ്മു കാശ്മീരിൽ ജനാധിപത്യത്തിന്റെ ഉത്സവം നടക്കുന്നു. രണ്ടാം ഘട്ട പോളിംഗ് നടക്കുന്നു. സമാധാനപരമായി അവിടെ പോളിംഗ് നടക്കുന്നു. ജനങ്ങൾ നല്ല നിലയിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നു. ഒമർ അബ്ദുള്ളയും രാഷ്ട്രീയ നേതാക്കളുമൊക്കെ തന്നെ വോട്ട് ചെയ്യാൻ എത്തിയ ഫറൂഖ് അബ്ദുള്ള അടക്കമുള്ള ആളുകൾ വോട്ട് ചെയ്യാൻ എത്തിയ പോളിംഗ് സ്റ്റേഷന് മുമ്പിൽ നിന്നും തത്സമയ വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.